ഞങ്ങളുടെ വിദ്യാലയം ഒരു ഓർമ്മക്കുറിപ്പ്. ചാറ്റൽ മഴയുള്ള ഒരു ദിവസം കുടയും പിടിച്ച് ഞാൻ സ്കൂൾ ലക്ഷ്യം വെച്ച് കശുമാവിൻ തോട്ടത്തിലൂടെ നടന്നുകൊണ്ടിരിക്കെ അതാ കണാരൻ എന്നെ വിളിക്കുന്നു. അന്ത്രോ, അവിടെ നിൽക്ക്, ഞാനുമുണ്ട്. ഞാൻ നടത്തം പതുക്കിയാക്കി. കണാരൻ മുടന്തി മുടന്തി എൻ്റെ അടുത്തേക്കെത്തി. അവൻ്റെ ഒരു കാലിന് സ്വാധീന കുറവാണ്. കാല് ചല്ലം കണക്കിയാണ്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ നടക്കുന്നത്. അവൻ എൻ്റെ അടുത്തെത്തിയിട്ട് ചോദിച്ചു, നീയും ജയിച്ചോ? ഞാൻ അവനെ ഒരു നോട്ടം നോക്കി. എൻ്റേത് നോക്കി എഴുതി അവൻ ജയിച്ചതാണെന്ന് എനിക്കറിയാം. ഞാൻ അവനോട് പറഞ്ഞു, ഒന്നും അറിയാതെ നീ വിജയിച്ചെങ്കിൽ ഞാൻ തോക്കുമോ? ഞങ്ങൾ നടന്ന് ഖാദർ ഹാജിക്കയുടെ കയ്യാലയുടെ അടുത്തെത്തി. കയ്യാലയുടെ വഴി കുറച്ചപ്പുറത്താണ്. അങ്ങോട്ട് പോവാതെ ഞാൻ കണാരനോട് ചോദിച്ചു, നിനക്ക് ആ കയ്യാല കടക്കാൻ ധൈര്യമുണ്ടോ? പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവൻ കയ്യാല പൊട്ടിച്ച് അകത്ത് കടന്നു. ഞാൻ ആരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കി. ആരെയും കാണുന്നില്ല. അതുകൊണ്ട് ഞാനും അവൻ കടന്ന വഴിയിലൂടെ അകത്തേക്ക് കടന്നു. ഞങ്ങൾ രണ്ടുപേരും നടന്ന് ഖാദർ ഹാജിക്കയുടെ നെല്ലിക്ക മരത്തിനടുത്തെത്തിയപ്പോൾ മുകളിലേക്ക് നോക്കി. അതിലൊരു നെല്ലിക്ക പോലും ഇല്ല. മരത്തിൽ നിറയെ തിരി വരുന്നുണ്ട്. ഞങ്ങൾ അവിടുന്ന് നടന്നു നീങ്ങുമ്പോൾ പിന്നിൽ നിന്നും വിളി കേട്ടു, അന്ത്രോ, അന്ത്രോ, കണാര. തിരിഞ്ഞു നോക്കുമ്പോൾ വീടിനടുത്തുള്ള ലക്ഷ്മണനും രാജനും ഷെരീഫും വരുന്നുണ്ട്. അവരും ഞങ്ങളുടെ കൂടെ കൂടി. ഞങ്ങൾ തർബിയത്തുൽ ഇസ്ലാം മദ്രസ കഴിഞ്ഞ് ഒസാൻ അഹമ്മദ് കയുടെ ഇടവഴിയിലൂടെ നടന്നു നെയ്ത്തിരാട എത്തിയപ്പോൾ വീണ്ടും എല്ലാവരും നടത്തം നിർത്തി. മുകളിലേക്ക് നോക്കി. വേറെയൊന്നുമല്ല, അവിടെ ഒരു അമ്പേങ്ങ മരം ഉണ്ട്. അതിന് മുകളിലേക്ക് നോക്കി. അതിലും ഒന്നും കാണാനില്ല. അങ്ങനെ ഞങ്ങൾ സ്കൂളിനടുത്തെത്തി. ഞങ്ങളുടെ വിദ്യാലയം കൈതക്കാട് LP സ്കൂള്. സ്കൂളിലെ പഴയ ഓല മാറ്റി പുതിയ ഓല മേഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വർഷം മഴയത്ത് സ്കൂളിൻ്റെ അകത്ത് മുഴുവൻ ചോരുന്നുണ്ടായിരുന്നു. സ്കൂളിനകത്ത് ചെന്ന് ഞങ്ങൾ 2ാം ക്ലാസ്സിലിരുന്നു. ജയിച്ചവർ എല്ലാവർക്കും സന്തോഷമുണ്ട്. പെൺകുട്ടികളും ആൺകുട്ടികളും കടന്നു വന്നു. നമ്മുടെ ക്ലാസ്സിലെ ബെഞ്ച് നിറഞ്ഞു. വിജയിച്ചവർക്ക് സന്തോഷം, തോറ്റവർ തലകുനിച്ചിരിക്കുന്നു. 10:30 ബെല്ലടിച്ചു. പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എല്ലാവരും ബെഞ്ചിലിരുന്നു. കലവില തുടങ്ങി. അതാ മാഷ് വരുന്നേ. ഞങ്ങളുടെ ക്ലാസ് മാഷ് ചുണ്ടൻ മാഷാണ്. എല്ലാവരും മാഷെ കണ്ടപ്പോൾ മിണ്ടാതിരുന്നു. ഞങ്ങൾ സ്കൂളിലെ അധ്യാപകരെ ഒന്ന് പരിചയപ്പെടാം. ഹെഡ് മാഷ് കൃഷ്ണൻ മാഷ്, ബാലൻ മാഷ്, നാരായണൻ മാഷ്, മുൻഷി, പിന്നെ ചുണ്ടൻ മാഷ് എന്ന നാരായണൻ മാഷ്. മാഷ് വന്നപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് നമസ്തേ പറഞ്ഞു. മാഷ് തിരിച്ചും നമസ്തേ പറഞ്ഞു. മാഷ് വടിയെടുത്ത് സ്വന്തം കയ്യിൽ പതുക്കെ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഞാൻ പേര് പറയുന്നവർ 3ാം ക്ലാസ്സിലേക്ക് ചെന്നിരിക്കണം. അതും പറഞ്ഞ് മാഷ് എഴുന്നേറ്റ് 3ാം ക്ലാസ്സിലേക്ക് നടന്നു. ഞങ്ങൾ തമ്മിൽ നോക്കി. കുറേ കഴിഞ്ഞ് മാഷ് ക്ലാസ്സിലേക്ക് വന്നതും മാഷ് പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? മറുപടിക്ക് നിൽക്കാതെ മാഷ് ഓരോരുത്തരുടെയും പേര് വിളിക്കാൻ തുടങ്ങി. പേര് വിളിക്കുമ്പോൾ മാഷ് പറഞ്ഞു, പേര് വിളിക്കുന്നവർ പുറത്തു നിൽക്കണം. ഞാൻ പറഞ്ഞാൽ പോയാൽ മതി. ഒരിക്കൽ മാഷ് പറയും 3ാം ക്ലാസ്സിൽ ചെന്നിരിക്കാൻ. ഇപ്പോൾ പറയുന്നു പുറത്തു നിൽക്കാൻ. മാഷ് വിജയിച്ചവരുടെ എല്ലാം പേര് വിളിച്ചു. ഞങ്ങളെല്ലാവരും മാഷെ കാത്ത് പുറത്തു നിന്നു. പേര് വിളിച്ചു കഴിഞ്ഞപ്പോൾ ക്ലാസ്സിൽ 3 പെണ്ണും 4 ആണുങ്ങളാണ് ബാക്കിയുള്ളത്. അവർ തോറ്റവരാണ്. ക്ലാസ്സിലുള്ളവരെ നോക്കി മാഷ് പറഞ്ഞു, മടിയന്മാർ, പഠിച്ചിരുന്നെങ്കിൽ വിജയിച്ച് അവരുടെ കൂടെ മുന്നിലേക്ക് പോകാമായിരുന്നില്ലേ? മാഷ് സ്വയം പറഞ്ഞു, ഞാനിത് ആരോടാ പറയുന്നത്? മാഷ് ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് വന്ന് 3ാം ക്ലാസ് ലക്ഷ്യം വെച്ച് നടന്നു. 3ാം ക്ലാസ്സിലെ മാഷ് പുറത്തേക്ക് വന്നു. ചുണ്ടൻ മാഷ് ചോദിച്ചു, മാഷെ കഴിഞ്ഞോ? അപ്പോൾ നാരായണൻ മാഷ് പറഞ്ഞു, ആ കഴിഞ്ഞു. ഞങ്ങൾ നിൽക്കുന്ന തൊട്ട് പിന്നിൽ 1ൽ നിന്നും വിജയിച്ച് 2ലേക്ക് കയറാൻ ചുണ്ടൻ മാഷിൻ്റെ വിളിയും കാത്ത് കുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. 3ാം ക്ലാസ്സിൽ അവിടെ നിന്ന് തന്നെ ചുണ്ടൻ മാഷ് കുട്ടികളെ നോക്കി പറഞ്ഞു, ക്ലാസ്സിലേക്ക് ചെന്നിരിക്കൂ. ചോട്ടകൾ ഞങ്ങളെ തള്ളിക്കൊണ്ട് ക്ലാസ്സിലേക്ക് കടന്നുപോയി. മാഷന്മാർ നിൽക്കുന്നിടത്തേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ബാലൻ മാഷ് വരുന്നുണ്ടായിരുന്നു. ബാലൻ മാഷ് വളരെ കണിശക്കാരനായിരുന്നു. തല്ലു തരുന്നത് പൂരം പോലെയാണ്. മാഷിൻ്റെ ക്ലാസ്സിൽ മുതിർന്ന കുട്ടികളുടെ കരച്ചിൽ കേൾക്കാത്ത ഒരു ദിവസവും കടന്നുപോയിട്ടില്ല. 3 മാഷന്മാരും കൂടി കുശലം പറഞ്ഞു നിൽക്കുന്നു. ഞങ്ങൾ ഊഴം കാത്തു നിൽക്കുന്നു. അല്പം കഴിഞ്ഞ് നാരായണൻ മാഷ് പറഞ്ഞു, മക്കളെ ക്ലാസ്സിൽ പോയിരിക്കൂ. അത് കേട്ടതും ബാലൻ മാഷ് ഉള്ളതുകൊണ്ട് എല്ലാവരും പതുക്കെ പേടിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി. നാരായണൻ മാഷ് നേരെ തിരിച്ചാണ്. പാവം, പച്ചപ്പാവം മാഷാണ്. ക്ലാസ്സിൽ കയറിയതും ഞങ്ങൾ ബെഞ്ചിൽ ഇരിപ്പിടം പിടിക്കുന്ന തിരക്കിലാണ്.
രാജനും ലക്ഷ്മണനും പെണ്ണുങ്ങൾ ഇരിക്കുന്ന ബെഞ്ച് ശ്രദ്ധിക്കാതെ അവിടെ പോയിരുന്നു. അപ്പോൾ പെണ്ണുങ്ങൾ അയ്യോ അയ്യയ്യോ എന്നും പറഞ്ഞ് എഴുന്നേറ്റു. പെട്ടെന്ന് രാജനും ലക്ഷ്മണനും അവിടുന്ന് എഴുന്നേറ്റ് നേരെ ഇപ്പുറമുള്ള ബെഞ്ചിലിരുന്നു. മുമ്പിലെ ബെഞ്ചിൽ തോറ്റ മഹാന്മാരാണ്. അവരുടെ മുഖത്ത് ചമ്മലുണ്ട്. അവരോട് മുട്ടാൻ ഞങ്ങൾക്ക് കഴിയാത്തതുകൊണ്ട് രണ്ടാമത്തെ ബെഞ്ചിൽ ഞാനും ഷെരീഫും കോരനും രാജനും കൃഷ്ണനും ലത്തീഫും ഇരുന്നു. കണാരന് സീറ്റ് കിട്ടിയില്ല. അവൻ്റെ മുഖഭാവം മാറി. അവൻ പറഞ്ഞു, എനിക്കും സീറ്റ് താ. ഷെരീഫ് അവനെ നോക്കി പറഞ്ഞു, ബാക്കിൽ പോയി വേഗം ഇരിക്കൂ. ഇത് കേട്ട് കണാരൻ പറഞ്ഞു, ഞാനിനി നിങ്ങളോട് ആരോടും മിണ്ടുകയില്ല. ഈ ബെഞ്ചിൽ 6 പേരാണ് ഇരിക്കുന്നത്, അതും തിങ്ങിയിട്ടാണ്. ചെറിയ വടിക്കഷ്ണം പിടിച്ചുകൊണ്ട് നാരായണൻ മാഷ് അകത്തേക്ക് വന്നു. മാഷ് എല്ലാവരെയും ഒന്ന് നോക്കി. എന്താ കണാര, നീ എവിടെയും ഇരിക്കാത്തത്? അതാ പിന്നിൽ സ്ഥലം, അവിടെ പോയി ഇരിക്കൂ. കണാരൻ സങ്കടത്തോടെ മാഷെ നോക്കി പറഞ്ഞു, ഞാൻ ഇവരുടെ കൂടെ ഇരിക്കാം. മാഷ് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഏറ്റവും ബാക്കിലെ ബെഞ്ചിൽ 2 ആൾ മാത്രമാണ് ഉള്ളത്. അവിടെ ചെന്നിരിക്കൂ. അതിൻ്റെ തൊട്ടിൽ മുന്നിൽ 4 ആൾ മാത്രമാണുള്ളത്. എവിടെയെങ്കിലും പോയി ഇരുന്നോളി. കണാരൻ പോയില്ല. മാഷയും അവൻ്റെ വയ്യാത്ത കാലിനെയും നോക്കി. മാഷിൽ നിന്നും ദയ കിട്ടുവാൻ വേണ്ടി. അവൻ നിൽക്കുന്നത് കണ്ട് മാഷ് പറഞ്ഞു, നിങ്ങളിൽ നിന്നും ഒരാൾ പിന്നിൽ ചെന്നിരിക്കൂ, പിന്നീട് ഞാൻ ശരിയാക്കാം. ബെഞ്ചിൻ്റെ തുടക്കത്തിൽ ഇരിക്കുന്നത് ലത്തീഫിനെ നോക്കി മാഷ് പറഞ്ഞു, കുട്ടി, നീ ബാക്കിൽ ചെന്നിരിക്കൂ, അവൻ വയ്യാത്തതാണല്ലോ. അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ കണാരൻ ബെഞ്ചിൽ ഇരുപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾക്കൊരു തള്ളും തന്നു. ലത്തീഫ് മനസ്സില്ലാ മനസ്സോടെ മാഷയെ നോക്കിക്കൊണ്ട് പിന്നാലെ ബെഞ്ചിൽ ചെന്നിരുന്നു. മാഷ് മേശയുടെ പുറത്ത് ചന്തി വെച്ചിരുന്നു. മക്കളെ ഇങ്ങോട്ട് നോക്ക്. ഇന്ന് നിങ്ങൾ 2ാം ക്ലാസ്സിൽ നിന്നും വിജയിച്ച് 3ലേക്ക് എത്തിയവരാണ്. ഇനി ഇവിടെ നിന്ന് നന്നായി പഠിക്കുക, വിജയം കരസ്ഥമാക്കുക. അതുകൊണ്ട് എല്ലാവരും ദിവസവും സ്കൂളിൽ കൃത്യമായി വരികയും നന്നായി പഠിക്കുകയും ചെയ്യുക. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് മാഷ് പറഞ്ഞു. ഇന്ന് ഹാജർ വിളിക്കുന്നില്ലെങ്കിലും ഓരോരുത്തരായി അവരവരുടെ പേര് പറയുക. ഓരോരുത്തരായും എഴുന്നേറ്റ് പേര് പറയാൻ തുടങ്ങി. പിന്നീട് മാഷ് പറഞ്ഞു, എൻ്റെ പേര് അറിയാമല്ലോ. എല്ലാവരും ചിരിച്ചു. മാഷ് പറഞ്ഞു, എൻ്റെ പേര് നാരായണൻ. ഇന്ന് കുറച്ച് സമയം മാത്രമേ സ്കൂൾ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും സ്കൂൾ വിട്ടാൽ വീട്ടിലേക്ക് പോകാം. അല്പം കഴിഞ്ഞ് ഹെഡ് മാഷ് ക്ലാസ്സിലേക്ക് വന്നു. ഞങ്ങൾ ഉച്ചത്തിൽ നമസ്തേ പറഞ്ഞു. മാഷ് ഞങ്ങൾക്കും നമസ്തേ പറഞ്ഞു. ഹെഡ് മാഷ് ചോദിച്ചു, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് അതേ എന്ന് പറഞ്ഞു. ഹെഡ് മാഷ് പുഞ്ചിരിച്ചുകൊണ്ട് അടുത്ത ക്ലാസ് ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി. നാരായണൻ മാഷ് പറഞ്ഞു, അച്ചടക്കത്തോടെ ഇരിക്കൂ എന്നും പറഞ്ഞ് മാഷ് ക്ലാസ്സിൻ്റെ പുറത്തേക്ക് പോയി. ഞങ്ങൾ കുശലം തുടങ്ങി. ഞാൻ കണാരനെ നോക്കി പറഞ്ഞു, നീ ഭയങ്കര സാധനം. മുടവൻ കാല് കാണിച്ച് മാഷെ പറ്റിച്ചു. അവൻ എന്നോട് പറഞ്ഞു, മിണ്ടാതെ അവിടെ ഇരുന്നോ, ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ്. 12 ബല്ലടിച്ചു. നാരായണൻ മാഷ് വേഗം ക്ലാസ്സിലേക്ക് വന്നു. ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് ജനഗണമന പാടി. അത് കഴിഞ്ഞ് മാഷ് പറഞ്ഞു, വരി വരിയായി പുറത്തേക്ക് ഇറങ്ങാൻ. ഞങ്ങൾ അതനുസരിച്ച് വരി വരിയായി പുറത്തേക്ക് ഇറങ്ങി. വീട്ടിലേക്ക് നടന്നു. വഴിയിൽ കണ്ട വെള്ളത്തിൽ ഞങ്ങൾ കാലുകൊണ്ട് പൊട്ടാസ് പൊട്ടിച്ചു. ആടിയും ചിരിച്ചു ഞങ്ങൾ നടന്നു. കണാരൻ്റെ പിണക്കവും പോയി. നടന്ന് ഖാദർ ഹാജിക്കയുടെ വേലിയുടെ എത്താറായപ്പോൾ ഖാദർ ഹാജിക്ക കയ്യാല പൊട്ടിയത് നോക്കി നിൽക്കുന്നു. ഞങ്ങൾ മൂപ്പർ കാണാതെ അപ്പുറത്തുകൂടി വേലി വഴിയിലൂടെ പുറത്തിറങ്ങി. കശുമാവിൻ തോട്ടത്തിൽ കൂടി നടക്കാൻ തുടങ്ങി. അല്പം ദൂരെ നിന്നും കുമ്പ വരുന്നുണ്ടായിരുന്നു. കയ്യിൽ എന്തോ ഉണ്ട്. എടാ, നിൻ്റെ മൂത്തമ്മ വരുന്നു, ഷെരീഫ് പറഞ്ഞു. അത് കേട്ടതും പിന്നെ കണാരൻ നിന്നില്ല. തവള ചാടുമ്പോൾ ചാടിച്ചാടി കുമ്പയുടെ അടുത്തേക്ക് പോയി. ഞങ്ങൾ പല വഴിയിൽ കൂടി പിരിഞ്ഞു. ശുഭം.